ഇവിടെ നല്ല മഴയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇവിടെ ഗംഭീരമായ മഴയാണ്. മഴയത്ത് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ വേറെ കാര്യം പറയാം. അതിന് നമ്മുടെ ഫുഡിലേക്ക് പോവാം. നമ്മളെന്ന് ചെയ്യുന്നത് ഒരു പ്രത്യേക മീൻ കൊണ്ടുള്ള ഒരു ഫുഡാണ് ചെയ്യുന്നത്. ഫുഡല്ല, ഒരു ഡിഷ്. അതായത് ഭയങ്കര തണുക്കുണ്ട് അല്ലേ? തണുക്കുണ്ട്, നല്ല കുഴപ്പമില്ല. നമ്മള് ഈ ഡിഷ് ഇന്നലെ ഉണ്ടാക്കി. പക്ഷെ അതിന്റെ ഇൻട്രോ എടുക്കുന്നത് ഇന്ന് രാത്രി എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീര മഴയും. അപ്പൊ മഴ കൊറേ നേരം മഴ തുടങ്ങിയിട്ട് മഴ തോന്നുന്നില്ല. എനിക്ക് ഇത് ഞാൻ ഉണ്ടാക്കിയ ഞാൻ കണ്ടുപിടിച്ച ഇതല്ല. ഗുരുവായൂരുള്ള ജയശ്രീ ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി എനിക്ക് ഫോണിയോടെ വിളിച്ചു പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിന് സാധനം കേട്ടാ. ആ ചേച്ചിക്ക് റോസമ്മ എന്ന് പറഞ്ഞ ഒരു ആന്റി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ പേരൊന്നും ആ ചേച്ചിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. പക്ഷെ ജയശ്രീ ചേച്ചി ഈ ഇതിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, റോസ് ഫിഷ്. പക്ഷെ അധികം നേരം പിടിക്കുന്ന ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഒരു വെറൈറ്റി സാധനം കേട്ടാ. ഇവിടെ ഇങ്ങനെ മഴ കൊണ്ട് നിൽക്കുമ്പോ ഈ ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളില്ലേ, ചൂടുള്ളവർക്കല്ലട്ടാ, മറ്റേ 40 ഡിഗ്രിയും 45 ഡിഗ്രിയും ചൂടുള്ള സ്ഥലങ്ങളിൽ വെച്ച് നിൽക്കുമ്പോ ഭയങ്കര സുഖം തോന്നും. അവർക്ക് കുളികളും കാലത്തന്നെ മഴ, അടിപൊളി മഴ. 1/2 കിലോ നെയ്മീനാണ് എടുത്തോണത്. കണ്ട, ഇത് വറക്കേണ്ട ടൈപ്പുള്ളതാണ് എടുത്തോണത്. ഇത് ഇങ്ങനെ അങ്ങോട്ട് അവർ സ്ലൈസ് ആക്കി തന്നു. നമ്മൾ പിന്നെ ഇത് കഷ്ണങ്ങളാക്കിയിട്ടില്ല. ആദ്യം നമ്മൾ ഇത് വറക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ സാധാരണ വറക്കണ പോലെ കേട്ടാ, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഈ മീനിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് കേട്ടാ. ഇത് ഒരു 1/2 ചെറുനാരങ്ങ നീരാണ് കേട്ടാ. 1 കിലോന് 1 ചെറുനാരങ്ങ, 1/2 കിലോന് 1/2 ചെറുനാരങ്ങ കേട്ടാ. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. ഇനി ഇത് മിക്സ് ചെയ്യുന്നു. ഒരു 10 മിനിറ്റ് നേരം വയ്ക്കണം. നമ്മുടെ മീൻ പരട്ടി വെച്ചു കേട്ടാ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തീ കത്തിക്കണം. നമ്മൾ മീൻ വറക്കണത് സൺഫ്ലവർ ഓയിലാണ് കേട്ടാ. വല്ലാണ്ട് മുങ്ങി വറക്കണ്ട, ഒരു മീഡിയം ലെവലിൽ സൺഫ്ലവർ ഓയിലാണ്ട് ഒഴിച്ചാൽ മതി കേട്ടാ. ഇത് ചൂടായി തുടങ്ങിയെന്നല്ല, മീൻ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഇത് നമ്മളെ ഈ ഓയിലിട്ടിട്ട് പതുക്കെ അങ്ങോട്ട് വറുത്തെടുക്കാം. ഭയങ്കരമായിട്ട് മൊരിച്ചെടുക്കരുത്. ഒരു ദവണ മുള്ള് അത്രേ ഉള്ളൂ. രണ്ട് പ്രാവശ്യം വറക്കേണ്ടി വരും കേട്ടോ. നമുക്ക് 5 പീസാണുള്ളത്. നമുക്കിതിൽ നിന്ന് മറച്ചിട്ട് നോക്കാം കേട്ടോ. ഒന്നുകൂടി മറച്ചിടാൻ വെറുതെ. ഈ മീൻ കഷ്ണത്തിന് നമ്മൾ ഇന്ന് മറച്ചിടാൻ നോക്കിയപ്പോഴേ അവരിത് ഇവിടെ നിന്ന് പൊട്ടി കണ്ടാ. നീ ഒരു സ്വല്പം കുഴപ്പമില്ല, എന്തൊരു ചെയ്യാൻ. അവർക്ക് ഗുണമുണ്ടായി. ഇവൻ്റെ ഈ മുള്ളില്ലേ കണ്ടാ, ഈ മുള്ള് ഇങ്ങോട്ട് പോന്നു. ഇത്രയ്ക്ക് ലെവലിൽ മതി, നമുക്ക് എടുക്കാം. എടുക്കണോ? ഫസ്റ്റ് വറുത്താണ് ഇത് കേട്ടാ. ഇനി അടുത്തത് വറക്കാൻ വയ്ക്കാം. ഈ 2.5 മണി വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഈ നടുവിലത്തെ മുള്ളില്ലേ അത് നമുക്ക് കളയാം. ഈ മുള്ള് കളഞ്ഞിട്ട് നമുക്കതിനെ 4 പീസാക്കാം. നമ്മൾ ഈ വറുക്കണതിൽ മുമ്പ് ആക്കണേക്കാൾ നല്ലത് വറുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടാ. നമ്മൾ ഈ വറുത്ത മീനില്ലേ ഇതിനെ നമ്മൾ ഇതിൻ്റെ മുള്ളുകൾ കളയാനായിട്ട് നോക്കിയാൽ ഇതേ സിമ്പിൾ പരിപാടിയാണ് കണ്ട. ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കണം. കണ്ട, ഈ മുള്ളു നമുക്ക് വേണ്ട, മുറിക്കാവുന്നുള്ളൂ കേട്ടാ. ഇതേ ഇങ്ങനത്തെ കഷ്ണങ്ങൾ ഇതിങ്ങനെ ഇതേ നമ്മളിങ്ങനെ കംപ്ലീറ്റ് കഷ്ണങ്ങളാക്കി. മുള്ളൂല്ല ഒന്നുമില്ല കേട്ടാ, അടിപൊളിയാക്കി. ഇനി അടുത്ത പരിപാടിക്കാണ് നീങ്ങാം. നമ്മൾ മീൻ വറുത്തില്ലേ
അതിലേക്ക് ആ പാത്രത്തിൽ കുറച്ച് ഓയിലുണ്ടാവും. അതിലേക്ക് ഒരു സ്വല്പം കൂടിയും ഓയിൽ ഒഴിക്കുക. ഇത് ചൂടാകുമ്പോൾ 1/2 കിലോ സവാള അരിഞ്ഞത് അതിലേക്കിടുക. 1/2 കിലോ ഇറച്ചിക്ക് അല്ല 1/2 കിലോ മീനിന് 1/2 കിലോ സവാള. നമ്മുടെ പാത്രം ചെറുതാട്ടാ. 1/2 കിലോ സവാള കൊള്ളാവുന്ന പാത്രമല്ല നമ്മുടെ. ഇതിൽ പറഞ്ഞ പോലെ ഇളക്കി അങ്ങോട്ട് മറയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പറഞ്ഞ പോലെ പാത്രം മാറ്റാൻ പോണ കേട്ടാ. ഉരുളി വയ്ക്കാൻ പോണ പാത്രം ചൂടായി നമുക്ക് ഇതിലേക്ക് ഇതാണ് ഇടാം. ഇത് പാചകത്തിലത്തെ വേറൊരു അല്ല ഒരു ഇതല്ല കേട്ടാ. ഇത് പാത്രം ചെറുതതിൻ്റെ ഇതാണ് കേട്ടാ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ സമയത്ത് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റണം എന്നുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടാ. ഇത് 50 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞത്, 50 ഗ്രാം പച്ചമുളക്. ഇത് വെള്ള ചൂനിയമുളകാണ്. നമ്മൾ സാധാരണ പച്ചമുളക് ഉപയോഗിച്ചാൽ മതി. ഇത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, വീട്ടിലുള്ളത് കൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് 50 ഗ്രാം, 50 ഗ്രാം ഇഞ്ചി, പിന്നെ ഇത് 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം. ഈ 4 കൂടിയിട്ട് നമ്മൾ മിക്സിയിൽ വെണ്ണ പോലെ അരയ്ക്കാൻ പാടില്ല, എന്നരയും വേണം. അങ്ങനെ അരച്ച് ഈ 4 കൂടി കൊണ്ടുവരണം കേട്ടോ. നമ്മളത് മിക്സിയിൽ അരച്ചു കൊണ്ടു കേട്ടോ. ഇത് ഏകദേശം ചമ്മന്തി പരിവാണ് നമ്മൾ അരച്ചു കൊണ്ടുണ്ട്. ചമ്മന്തിയിൽ ഇത് വല്ലാണ്ട് ഭയങ്കര വെണ്ണ പോലെയിലാക്കി കൊണ്ടിട്ടാ. സവോള കുറഞ്ഞു വന്നു തുടങ്ങിയിട്ടാ. കുറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത് തിന്നിട്ടല്ല കേട്ടാ. നമ്മുടെ ഈ സവോള ഒരുവിധം നന്നായി വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1/2 കിലോ തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനുന്നിന് അരിഞ്ഞത് അത് ഇരിക്കാണ്ട് ഇടാം കേട്ടാ. 1/2 കിലോ തക്കാളി, 1/2 കിലോ മീനിന് 1/2 കിലോ തക്കാളി ഇട്ടാ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മുടെ തക്കാളിയൊക്കെ ഇതിൽ കുഴഞ്ഞു തുടങ്ങിയിട്ടേക്കണ്ട. ഇനി ആവട്ടെ, നന്നായിട്ടാവട്ടെ കേട്ടാ. ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങി കേട്ടാ. കണ്ടാ പിന്നെ വെറുതെ ഇടുമ്പോഴാണ് കേട്ടാ. അല്ലെങ്കിൽ ഇളക്കുമ്പോൾ എണ്ണ തെളിഞ്ഞ കാണില്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ ഒക്കെ കൂടി മിക്സിങ് ആവുമല്ലോ. നമ്മൾ ഗംഭീര ഇളക്കപ്രസ്ഥാനത്തിലാണ് കേട്ടാ. ഇത് സാധനം അടപ്പത്ത് വെച്ചിട്ടേ 1 മണിക്കൂറായി. നാടകം കാണുമ്പോഴാണ് അവിടെ വിളിച്ചു തുടങ്ങി. 6:30 നാടകം കാണാൻ പോണ്ടെന്ന് തല്ലിപ്പുള്ളി നാടകം ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞേ. 6:30 റീജിയണൽ തിയേറ്ററിൽ നാടകം, സംസ്ഥാന അമേച്ചർ നാടക മത്സരം ഉണ്ട്. ഞാൻ വേഗം കഴിയുന്നു വിചാരിച്ചേ. ഈ മീനില്ലേ, ഇതിപ്പോൾ ഇളക്കലൊക്കെ ഭയങ്കര തന്നെയാണ്. ഈ മീൻ ഇവിടെ ഇരിക്കുന്നിട്ട് നോക്കിയേ, നമ്മൾ കൺട്രോള് പോണു. കുറഞ്ഞു തോന്നുന്നു. കുറഞ്ഞിട്ടൊന്നുമില്ല, എടുത്തിട്ടില്ല. അങ്ങനെയുടെ ഇതാക്കണ്ട. 1.5 മണിക്കൂറായി ഇതിപ്പോൾ പണി തുടങ്ങിയിട്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല കേട്ടോ. എന്നാൽ കുറേ ദിവസം എടുത്തു വയ്ക്കിയ സാധനം. മീൻ ചേട്ടനുള്ളവിടെ തന്നെ കുറേ ദിവസം എടുത്ത് വയ്ക്കാനും പറ്റും. അല്ല മറ്റുള്ളവർക്ക് അല്ലേ? മറ്റുള്ളവർക്ക് എല്ലാവരും ഇങ്ങനെ ഞാൻ മീൻ കഴിക്കണമെന്നില്ലല്ലോ. പിന്നെ ഈ മീൻ വാങ്ങിച്ചോണ്ട് നമ്മള് ഈ മത്സ്യപ്പെട്ടില്ലേ നമ്മുടെ തൃശ്ശൂര്, അവിടെ തന്നെ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ വിഷമില്ലാത്ത മീനാണെന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. നമ്മളിപ്പോ കൊറേ അത് വന്നപ്പോ തൊട്ട് നമ്മൾ അവിടെ തന്നെയാണ് വാങ്ങാറ് അല്ലേ മീൻ. അവിടെ നിന്ന് പിന്നെ കുട്ടല്ലൂരുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കും. ഇപ്പൊ നന്നായി വാടി വരുന്നുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2 കതിര് വേപ്പില കാണില്ലേ, അതിടുന്നു കേട്ടാ. വേപ്പില, പച്ചമുളക് ഇത്യാദി വസ്തുക്കളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കേട്ടാ. ഇവരേ നാടകം കാണാന്ന് പറഞ്ഞ് പോണതേ വർത്താനം പറഞ്ഞിരിക്കാനാണ്. അവിടെ വർത്താനം ഒരു ടീമുണ്ട് ഇവര്. അതായത് ഇവര് ചെയ്യുന്ന നാടകം ഒഴിച്ചു ബാക്കി നാടകങ്ങളൊക്കെ കുറ്റം പറയാ. നല്ലത് തന്നെ പറയും. അത് സരിത വെറുതെ പറയുന്നതാ. നല്ലതെന്ന് പറയും. ചേട്ടൻ നാടകം കാണാൻ പോണ എന്തിനാന്നറിയോ? ആദ്യത്തെ ഒരു 5 മിനിറ്റ് കാണും, അത് കഴിഞ്ഞ കിടന്ന് ഉറങ്ങും. അതായത് നാടകം ലാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വാട്ടം നാടകത്തിനാണ്ട് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചെറുതായിട്ട് ഇങ്ങനെ മയം കൊടുക്കും. അത് ഏത് നാടകമായാലും സിനിമയിലും എന്ത് ഇതായാലും നമ്മള് അപ്പൊ ചേട്ടൻ ഉറങ്ങും. എനിക്ക് അത്ഭുതം തോന്നും. ഞാൻ സിനിമ കാണാൻ പോയാലത്, നാടകം കാണാൻ പോയാലത്, നമ്മള് നല്ലതായാലും പൊട്ടയില് കാണണ്ടേ. ചിലപ്പോ അതിലും അതിന്റെ ഇടയിലും നല്ലത് നമുക്ക് എടുക്കാനുണ്ടാവും. അതറിയാം.
പറയുമ്പോ ചേട്ടൻ നാടകം സംവിധാനം ചെയ്യുന്ന ആളാണ്. അപ്പൊ എല്ലാ നാടകങ്ങളും കാണണം, അതിന്റെ മനസ്സിലാക്കണം. എന്റെ കണ്ണുകൾക്ക് അതിനെ എന്താ പറയാ ശേഷി കൊടുത്തിട്ടില്ല. അപ്പൊ ഉറങ്ങും. ഇന്നലെ എത്ര വട്ടം ഞാൻ തട്ടി വിളിച്ചെന്നറിയും. ഇന്നലത്തെ നല്ല നാടകമായിരുന്നു. സരിതാ, നമുക്ക് ഇതിലേക്ക് ക്ലോസ് ചെയ്ത ഈ കൂട്ട് ഒരു ലെവലായി. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ അരപ്പില്ലേ, മിക്സിയിൽ അരച്ചു കൊണ്ടത് ചമ്മന്തി പോലെയാക്കി ഇത് അത് ഇരിക്കാണ്ട് ഇടാം. ഇനി നന്നായിട്ടുണ്ടാവട്ടെ. ഒരു വെറൈറ്റി ഫിഷ്, ഒരു വെറൈറ്റി ഡിഷ്. വലിയ വ്യത്യാസമില്ല. ഇംഗ്ലീഷിൽ എഴുതുമ്പോ ഒരക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ. ഗംഭീരമായ അല്ല, ഞാൻ മണപ്പിച്ചുകൊണ്ടല്ലേട്ടാ, ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഫീലിംഗ് അറിയും. ഭയങ്കര നല്ല മണം. ഈ ഭക്ഷണത്തിനോടുള്ള എന്താ പറയാ, ആക്രാന്തല്ല. നമുക്കിതിൽ ആക്രാന്തൊന്നും ഇല്ല ചേട്ടാ. ഈ മീൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചിരുന്നു. ഈ മീൻ വറുത്ത് ഇരുന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഈ മീൻ വറുത്ത് ഇരുന്നിട്ട് അത് 1 കിലോ മീൻ വാങ്ങിച്ചാരണം അല്ലേ? സാധാരണ 1 കിലോ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ചേട്ടാ 1 കിലോ വാങ്ങിക്കും. ഇതന്നെ മുതലാവില്ല. 1 കിലോ എത്ര രൂപ ചേട്ടാ? 1 കിലോന് 1080 രൂപ. ഏത് നെയ്മീൻ? ഈ മീന് 1080 രൂപ 1 കിലോന്. 1/2 കിലോ മീൻ 40 രൂപ വരെ മുതലാണ് 580 രൂപ വരെ മീൻ. അത് നമ്മുടെ ഈ എല്ലാ സാധനങ്ങളും നന്നായി മൂത്തു കേട്ടാ. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തീ സിമ്മിലിട്ടിട്ട് ഈ സാധനത്തിനെ ഇതിനെ ഒരു സൈഡിലേക്കാണ്ട് മാറ്റി വയ്ക്കുക. മനസ്സിലായ? ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിലധികം മസാലപ്പൊടി ഇല്ലേ, നമ്മുടെ സാധാരണ ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന മസാലപ്പൊടി ഇല്ലേ, അതന്നെ അത്. എന്നിട്ട് ഈ സാധനം നമ്മളൊന്ന് മൂപ്പിക്കുക. ഈ സൈഡിലിട്ടിട്ടാ ഇത് മൂത്തുട്ടാ. ഇത് മൂത്തു, ഈ സാധനം മൂത്തു. അപ്പോൾ നമ്മൾ ഇവരില്ലേ, ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാ. ഇതിലൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായി യോജിച്ചു. ഇതിലേക്ക് നമ്മൾ ഒരു 3 ടീസ്പൂൺ ചൊറുക്കില്ലേ, ചൊറുക്കാന്ന് പറഞ്ഞാൽ വിനാഗിരി, അതങ്ങോട്ട് ഒഴിക്കുക. 3 ടീസ്പൂൺ ട്ടാ. നമ്മുടെ സാധാരണ ടീസ്പൂൺ 3 ടീസ്പൂൺ. എന്നിട്ട് ഇളക്കാം. പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രം മാറ്റണം. നമ്മൾ മുൻപ് ഉപയോഗിച്ച പാത്രമല്ലേ, അതെടുക്കാൻ പോണ. ഇതിനെ നമ്മൾ ഇപ്പുറത്തെ ഇതിലേക്ക് വെക്കുന്നു. ഈ കൂട്ടിലത്തെ പകുതിയിലേക്കിട്ട പകുതിയിട്ടാ. പകുതി ഇട്ടിട്ട് അതിങ്ങനെ പരത്താം. ഫുള്ളായിട്ട് ഒന്ന് പരത്താം. പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ മീനില്ലേ, ഫിഷ്, ഇത് നമ്മളിതിൻ്റെ മീതി അങ്ങോട്ട് നിരത്താം. നമ്മൾ കംപ്ലീറ്റ് നിരത്തി. നമ്മൾ ബാക്കി ഉരുളിയിലുള്ള പകുതി മസാല ഇല്ലേ, അത് ഇതിൻ്റെ മീതി അങ്ങോട്ട് നിരത്താം. നമ്മൾ കംപ്ലീറ്റ് നിരത്താം. ഇത് നമ്മൾ മൂടി വയ്ക്കുന്നു. വളരെ നൈസ് തീയിൽ ഒന്ന് ആവി വന്നിട്ട് ഈ മസാലയും ഇതിൻ്റെ ഒക്കെ ഈ മീനിലേക്കൊന്ന് പിടിക്കണ വരെ ഒരു 5-8 മിനിറ്റ് മാക്സിമം, അതിലപ്പുറം വേണ്ട കേട്ടാ വയ്ക്കുക. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് 7 മിനിറ്റ് കഴിഞ്ഞു കേട്ടാ. ഇനി വേണമെങ്കിൽ നമുക്ക് 10 മിനിറ്റ് വരെ വയ്ക്കാം.
പക്ഷെ തീക്ക് ഇത് സിമ്മിലാണെങ്കിലും ഒരു നേരി തീ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഈ സാധനം കണ്ട ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സാധനം ചൂടാറി. ഇത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെത്തി എടുക്കണം. മനസ്സിലായ നമ്മൾ മറ്റേ ബിരിയാണിക്കൊക്കെ എടുക്കില്ലേ അതുപോലെ. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ സാധനം ടേസ്റ്റ് ചെയ്യാൻ പോണ്. സരിത വന്നിട്ടുണ്ട്. പിന്നെ ജഗു കളിക്കാൻ പോയി, അവിടേക്ക് പോയി. ഇപ്പോൾ വരില്ല, വിളിച്ചാൽ വരില്ല. ചേട്ടന്മാരൊപ്പം കളിക്കാൻ പോയി. ഇത് കഴിക്കാനായിട്ട് ചപ്പാത്തി വേണം. ചപ്പാത്തി പിന്നെ ഫ്രൈഡ് റൈസ് ഈ സാധനത്തിലേക്കൊക്കെ അടിപൊളിയാണ് സാധനം. ബിരിയാണി കഴിക്കാം. സമയം 6 മണി, നേരം എത്തി. എനിക്ക് തൃശ്ശൂർക്ക് വേഗം പോകണം. അപ്പോഴേക്കും ഇത് കൈ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. സരിത ആദ്യം ടേസ്റ്റ് ചെയ്തോ. കണ്ടാ സാധനം കണ്ടാ കഴിക്കും. മീൻ കഷ്ണങ്ങൾ തന്നെ ഇത് 2 കഷ്ണം എടുത്തിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട്. മീൻ കഷ്ണവും ഞാനും കഴിക്കാൻ പോകണം. വിളകൾ ആദ്യം നമ്മൾ കഴിക്കും. എരിവുണ്ട്. അത് നമ്മുടെ പച്ചമുളക്. പിന്നെ പറയാ ഒരു വേറിട്ട രുചി. അതന്നെ. സാധാരണ നമ്മള് മീനോണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ടേസ്റ്റ് അല്ല. നല്ല ടേസ്റ്റ് കേട്ടാ. ചേച്ചി പറഞ്ഞു ശരിയാണ്. റോസ ആന്റിക്ക് മണം വരുമ്പോഴേ മണം ഒരു അച്ചാറിന്റെ മണം പോലെ തോന്നുന്നില്ലേ? അച്ചാറിന്റെയും പോലെ തോന്നാം. ഇത് കുറച്ചു ദിവസം വെച്ച് കുറച്ചു ദിവസം ഇരിക്കുന്നു. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഉണ്ടാക്കാം, നമുക്കൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ഇത് പെട്ടെന്ന് കഴിയുമല്ലോ. അല്ല, കൂടുതൽ സമയം എടുത്തു വെച്ച് കുറേശ്ശെ എടുത്ത് കഴിക്കണവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി ചിലപ്പോ കാറിന് മണം വരുന്നു. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ നമ്മൾ ഈ ഓയിലില് സൺഫ്ലവർ ഓയിലില് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ടേസ്റ്റിന് വേറെ വ്യത്യാസം ഉണ്ടാവും. ഉണ്ടാക്കി നോക്കട്ടാ. നെയ്മീനിൽ ഉണ്ടാക്കി നോക്ക്. അല്ലെ പറ്റേ എന്തോരം സമയം വേണ്ടേ? 3 മണിക്കൂർ നമ്മൾ ചെലവഴിക്കും. പിന്നെ ഇതിപ്പോ 1/2 കിലോന്റെ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കുറച്ച് കാശ് ചെലവ് വരും. കുഴപ്പമില്ല. എന്നാലും അത് അറക്കിയതുകൊണ്ട് നെയ്മീനായതുകൊണ്ടാണ് കേട്ടോ അത്രക്ക് ചെലവ് വന്നത്. നമുക്ക് വേണമെങ്കിൽ വറ്റ ഉപയോഗിക്കാം. വറ്റയ്ക്ക് നല്ല വിലയല്ല. ഇപ്പൊ മാംസം കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിൽ ഉപയോഗിക്കാന്നാ ചേച്ചി പറഞ്ഞു. അപ്പൊ നമുക്കിത് പറഞ്ഞു തന്നാ ജയശ്രീ ചേച്ചിക്ക്, പിന്നെ ആ ജയശ്രീ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്ത റോസ് ആന്റിക്ക് ഈ റോസ് ഫിഷിന്റെ പേരില് എന്താ പറയാ, നമ്മുടെ ചാനലിന്റെ പേരിലും പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഇതിനി വേഗം കഴിക്കില്ല.